നമുക്ക് ഒരു ദൈവവചനം വായിക്കാം. Turn with me to the book of Jeremiah. യിരെമ്യാവിന്റെ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. Chapter 1, ഒന്നാം അധ്യായം verses 9 and 10. The book of Jeremiah, chapter 1, verses 9 and 10. Then the Lord reached out his hand, touched my mouth, and told me, I have now filled your mouth with my words. See, I have appointed you today over nations and kingdoms to uproot and tear down, to destroy and demolish, to build and plant. ഒന്നാം അധ്യായം 9-10 വാക്യങ്ങൾ. പിന്നെ യഹോവ കൈനീട്ടി എൻ്റെ വായെ തൊട്ടു, ഞാൻ എൻ്റെ വചനങ്ങളെ നിൻ്റെ വായിൽ തന്നിരിക്കുന്നു. നോക്കുക, നിർമ്മലമാക്കുവാനും പൊളിക്കുവാനും നശിപ്പിക്കുവാനും ഇടിച്ചു കളയുവാനും പണിയുവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വച്ചിരിക്കുന്നുവെന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. Praise God. Amen. I want to greet everyone who have come to the service, both in the sanctuary and also who are attending the service online, in the name of our Lord and Savior Jesus Christ. ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന നേരിട്ടും ഓൺലൈനിലും പങ്കെടുക്കുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ വന്ദനം അറിയിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വന്ദനം. Especially if you are attending the service with this church for the first time, I pray that your coming today will be a blessing. ഇന്ന് ഈ സഭയോടുകൂടി ആദ്യമായിട്ട് നിങ്ങൾ ആരെങ്കിലും കൂടി വരുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകമായി എൻ്റെ വന്ദനം അറിയിക്കുന്നു. We were having 2 weeks of continuous prayer in our church starting last Monday. കഴിഞ്ഞതിന് മുൻപത്തെ തിങ്കളാഴ്ച മുതൽ 2 ആഴ്ചത്തെ തുടർച്ചയായിട്ടുള്ള പ്രാർത്ഥന നമ്മുടെ സഭയിലുണ്ടായിരുന്നല്ലോ. We had the prayer in the morning, Zoom, and many times we met in person in the evenings, and we were praying in the presence of the Lord. പ്രഭാതത്തിൽ നാം സൂമിൽ കൂടെയും പിന്നെ പല ദിവസവും വൈകുന്നേരങ്ങളിൽ നാം ഒന്നിച്ചുകൂടിയും സൂമിൽ കൂടെയും നാം പ്രാർത്ഥിച്ചു വന്നു. I want to thank everybody who participated in that prayer. ആ പ്രാർത്ഥനയിൽ കൂടി വന്നവർക്ക് എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. And out of your busy schedule, some were there for prayer most of the time. I really appreciate you, and I pray that God will richly reward you and bless you. നിങ്ങളുടെ തിരക്കിട്ട ദിവസങ്ങളിൽ സമയങ്ങളിലും നിങ്ങൾ സമയം ചെലവഴിച്ച് ആ പ്രാർത്ഥനയിൽ കൂടി വന്നതിനെ ഞാൻ ഓർക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആദ്യത്തെ ദിവസത്തെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ after the first day's prayer ഒരു വിഷയമുണ്ടായി. something happened. നമുക്കറിയാം, many of us know വലിയൊരു ആക്സിഡന്റ്. there was a big accident. അതിനെപ്പറ്റി എന്നെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിൽ വളരെ പ്രയാസമുണ്ടായെങ്കിലും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാരണം ഹല്ലേലൂയ, ജീവനൊന്നും ഹാനി വരാതെ ദൈവം കാത്തു സൂക്ഷിച്ചല്ലോ. When I was called and told about that incident, I was sad about it, but then I was able to praise and thank God that God preserved our lives in even such situations. Amen. Hallelujah. സന്തോഷമുള്ളവരെ കർത്താവിനെ സ്തോത്രം ചെയ്തേ. All those who are joyful, praise the Lord. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് യഹോവയ്ക്കുള്ളതാണ്. Our Lord decides over life and death. Amen. അത് കഴിഞ്ഞ് നമ്മൾ പല ദിവസങ്ങളും പല വിഷയങ്ങളും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. After that, we prayed for many events and things. I don't know നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വിഷയത്തിന് മറുപടി കിട്ടിയോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. I'm not sure if you received any responses to any of your specific prayers. But one thing I can guarantee you, ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പ് തരാം, our God in heaven has heard your prayers. നമ്മുടെ ദൈവം സ്വർഗ്ഗസ്ഥനായ നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. For the glory of God, I also want to say something. ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. I had been bothered by something for almost little more than 2 months. ഒരു കാര്യത്തെക്കുറിച്ച് ഒരു വിഷയം എന്നെ കഴിഞ്ഞ 2 മാസമായി അലട്ടിക്കൊണ്ടിരുന്നു. Even though I was not showing, but there was something which is not bothering me actively, but deep inside I was really it was bothering me to some extent. ഒരു പരിധി വരെ ഉള്ളിന്റെ ഉള്ളിൽ അതെന്നെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു വിഷയമാണ്. Yesterday morning, ഇന്നലെ പ്രഭാതത്തിൽ I got a report of clearance towards that also. ആ വിഷയത്തെക്കുറിച്ചും ഒരു വ്യക്തമായ ഒരു വിഷയം ഒരു കാര്യം എനിക്ക് ഒരു മറുപടി എനിക്ക് അതിൽ ലഭിച്ചു. അത് അൺസ്പോക്കൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ അത്ര ആക്റ്റീവായിട്ട് പെർസ്യൂ ചെയ്തില്ല. പക്ഷേ ഇന്നലെ രാവിലെ എനിക്ക് ദൈവം ആ വിഷയത്തിൽ ഒരു മറുപടി തന്നു.
It was an unspoken matter. I was not pursuing it actively, but yesterday morning I received an answer from God. എനിക്കൊരു കാര്യം മനസ്സിലായി. I understood one thing. നമ്മുടെ ദൈവം നമ്മളെ കൈവിടുന്നവനല്ല. Our Lord does not forsake us. അല്പസമയത്തേക്ക് നമ്മൾ തള്ളപ്പെട്ടു, കൈവിടപ്പെട്ടു എന്ന് തോന്നിയാലും ഭാരപ്പെടേണ്ട. ഉയരത്തും താൻ കൈ നീട്ടി നമ്മളെ വലിച്ച് ഉയർത്തുന്നവനാണ് നമ്മുടെ ദൈവം. For some time it may seem like we are alone and we are falling away, but our Lord will raise us, stretch his hand and raise us up. സകല മഹത്വം കർത്താവിന് കർപ്പിക്കുന്നു. Let's all the praises, glory and honor to him. ഇന്ന് പകൽ ഒരു പ്രത്യേക വിഷയത്തെപ്പറ്റി നിങ്ങളോട് സംസാരിക്കുവാനാണ് എനിക്ക് നിയോഗം ദൈവാത്മാവ് തന്നിരിക്കുന്നത്. Today morning God gave me a specific leading to speak about a specific. Yesterday night I said the word of God, when it is proclaimed, it brings deliverance. ഇന്നലെ രാത്രി പ്രസ്താവിക്കുവാനിടയായി ദൈവവചനം പ്രസ്താവിക്കപ്പെടുമ്പോൾ അതിന് വിടുതൽ ഉണ്ടാകും. It brings transformation, it changes hearts, it changes minds. അവിടെ രൂപാന്തരം സംഭവിക്കും ഹൃദയങ്ങളിൽ, മനസ്സുകളിൽ. Only when it is received, hallelujah, by faith. അത് ശരിയായി വിശ്വാസത്തോടെ പ്രാപിക്കുകയാണെങ്കിൽ. Amen. But the enemy's tactic is to distract us from receiving the word during the proclamation of the word of God. എന്നാൽ ശത്രുവിന്റെ തന്ത്രം അതിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുവാൻ, ദൈവവചനം പ്രസ്താവിക്കപ്പെടുന്നത് തടയുവാനാണ്. This morning I want to start with a question. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഒരു ചോദ്യമായിട്ട് നിൽക്കുകയാണ്. Many times in our life we feel like we are called. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വിളിച്ചു എന്ന് നമുക്ക് തോന്നും. But lot of things are same day after day. എന്നാൽ പല കാര്യങ്ങളും ജീവിതത്തിൽ ഒരുപോലെ തന്നെ തുടർന്നു പോകുന്നു. There is no much difference happening. ജീവിതത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. There are things which are remaining the same. ഒരുപോലെ തന്നെ കാര്യങ്ങൾ തുടർന്നു പോകുന്നു. As things go, മുന്നോട്ട് പോകുമ്പോൾ sometimes we lose the sense that we are called. നമ്മുടെ മനസ്സിൽ ആ ഒരു ചിന്ത വരും, എന്നെ ശരിക്കും വിളിച്ചിട്ടുണ്ടോ? This morning I want to start off by telling you that ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങട്ടെ. You are chosen to be appointed for a purpose. നിങ്ങളെ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. Irrespective of what your parents say, somebody else may say, you are not a mistake. You have an identity and you are called with a great purpose. നിങ്ങളുടെ മാതാപിതാക്കൾ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളത് വിഷയമല്ല. ദൈവം നിങ്ങളെ ഒരു കാര്യത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് ഒരു പ്രത്യേക വ്യക്തിത്വമുണ്ട്. Sometimes some parents may say you are an accident. മാതാപിതാക്കൾ ചിലപ്പോൾ ഇങ്ങനെ പറയുമായിരിക്കും, നിങ്ങൾ ഒരു അബദ്ധമാണെന്ന്. You are good for nothing. നിങ്ങളൊരു ഗുണമില്ലാത്തവരാണ്. The world may say different things and different opinions about you. ലോകം നിങ്ങളെക്കുറിച്ച് മറ്റ് പല കാര്യങ്ങൾ പറയുമായിരിക്കാം. But this morning let me tell you, if you are redeemed by the blood of Jesus Christ, you are chosen. God has a plan and purpose for your life. എന്നാൽ ഞാൻ ഇന്ന് പ്രഭാതത്തിൽ പറയട്ടെ, ഇന്ന് യേശുവിന്റെ രക്തത്താൽ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരാണെങ്കിൽ ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ട്. നിങ്ങളെ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി തിരഞ്ഞെടുത്തവരാണ്. When we surrender our life at the hands of Jesus, you are no longer going to be abandoned. Jesus will take care of you. നാം യേശുവിന്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കുകയാണെങ്കിൽ നാം തള്ളപ്പെട്ടവരല്ല, ദൈവം നമ്മളെ ഉപയോഗിക്കും. John 15:16 says, you did not choose me, I chose you. യോഹന്നാൻ 15:16 ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തത്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. I appointed you to go and produce lasting fruit. നിങ്ങൾ നിലനിൽക്കുന്ന ഫലം കായ്ക്കുവാൻ വേണ്ടി ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നാണ്. So that the Father will give you whatever you ask for using my name. എന്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുന്നത് സ്വർഗ്ഗസ്ഥനായ പിതാവ് നൽകും. Why? One reason we can pray to God. ദൈവത്തോട് നാം പ്രാർത്ഥിക്കുന്നതിന്റെ ഒരു കാരണം, one reason we can go with confidence to God. ധൈര്യത്തോടെ നമ്മുടെ കൃപാസനത്തോടെ എത്താനുള്ള ഒരു കാരണം, we have been chosen by him. ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. And when we ask God, ദൈവത്തോട് നാം അപേക്ഷിക്കുമ്പോൾ he is going to answer those prayers. നമുക്ക് ആ പ്രാർത്ഥനകളുടെ ഉത്തരം നൽകും. Let's come to the text we read here this morning from the word of God. ദൈവവചനത്തിൽ നിന്ന് നാം വായിച്ച ആ ഭാഗത്തേക്ക് നമുക്ക് തിരിഞ്ഞു വരാം. The book of Jeremiah starts with the call of Jeremiah. യെരമ്യാവിന്റെ പുസ്തകം തുടങ്ങുന്നത് യെരമ്യാവിന്റെ വിളിയോട് കൂടിയാണ്. Jeremiah was a priest before he was known as a prophet. യെരമ്യാവ് ഒരു പുരോഹിതനായിരുന്നു, ഒരു പ്രവാചകൻ എന്നറിയപ്പെടുന്നതിന് മുൻപ്. One of the few people who had different offices. പല ഓഫീസുകൾ ഉണ്ടായിരുന്ന ചിലരിൽ His ministry spanned over 40 plus years. 40 വർഷങ്ങളിൽ പരം തന്റെ ശുശ്രൂഷ തുടർന്നിരുന്നു. He served under many kings. പല രാജാക്കന്മാരുടെയും കൂടെ താൻ ഉണ്ടായിരുന്നു. He prophesied for a long time and saw the downfall of Judah and the destruction of Jerusalem. അനേകം വർഷങ്ങൾ താൻ പ്രവചിച്ചു, യെരുശലേമിന്റെ തകർച്ച, യഹൂദയുടെ തകർച്ച താൻ കണ്ടു. It was during his time that people were taken as they went as captives or they were exiled. തന്റെ സമയത്താണ് പ്രവാസികളായി യഹൂദന്മാരെ പിടിച്ചുകൊണ്ടുപോയത്. So he has seen
seen many things, ups and downs. നല്ലതും തീയതുമായിട്ടുള്ള പലതും തന്റെ ജീവിതത്തിൽ താൻ കണ്ടു. He faced tremendous sorrows in his life. തന്റെ ജീവിതത്തിൽ വളരെയധികം വിഷമങ്ങൾ ഉണ്ടായി. That is why Jeremiah got the nickname as a weeping prophet. അതുകൊണ്ടാണ് യെരമ്യാവിന് വിലപിക്കുന്ന പ്രവാചകൻ എന്നുള്ള പേര് ലഭിച്ചത്. He was given the task of proclaiming God's judgment over people. തന്റെ ജനത്തിൽ യഹോവയുടെ ന്യായവിധി വിളിച്ചു പറയുന്ന ഒരു ദൗത്യം തനിക്കുണ്ടായിരുന്നു. People who left God's ways and went after sinful ways, he was given this tremendous task of proclamation of judgment upon those people. ദൈവത്തിന്റെ വഴിയിൽ നിന്ന് വിട്ട് പാപത്തിന്റെ വഴിയിൽ സഞ്ചരിച്ച ജനത്തോട് ദൈവത്തിന്റെ ന്യായവിധി വിളിച്ചു പറയുന്ന ഒരു ദൗത്യം He gave the call for repentance many times. താൻ പലപ്പോഴും ആ മടങ്ങി വരുവാനുള്ള വിളി ജനത്തിന് You can see him crying. താൻ വിലപിക്കുന്നത് നാം കാണുന്നു. He was a weeping prophet. That's why he got the name weeping prophet. അങ്ങനെ തനിക്ക് വിലപിക്കുന്ന പ്രവാചകൻ എന്നുള്ള പേര് ലഭിച്ചു. This morning I want to ask you, ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ചോദിക്കട്ടെ, are you a weeping mother? നിങ്ങൾ ഒരു വിലപിക്കുന്ന ഒരു മാതാവാണോ? Are you a weeping father? നിങ്ങൾ ഒരു വിലപിക്കുന്ന പിതാവാണോ? Are you a person who weeps in the sight of God? കർത്തൃ സന്നിധിയിൽ കരയുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? മനസ്സിലായില്ലെന്ന് തോന്നുന്നു, ഒന്നും കൂടെ പറയാം. If you did not understand, let me say that again. നിങ്ങൾ ഒരു കരയുന്ന മാതാവാണോ? Are you somebody who weeps? നിങ്ങൾ ഒരു കരയുന്ന പിതാവാണോ? Are you a mother or father നിങ്ങൾ who ഒരു weeps? കരയുന്ന കുഞ്ഞാണോ? Are you a child who weeps? നിങ്ങൾ ഒരു കരയുന്ന വ്യക്തിയാണോ? Are you somebody who cries? മറ്റുള്ളവരുടെ മുമ്പിലല്ല, Not in the presence of somebody else, സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ കരയുന്ന ഒരു വ്യക്തിയാണോ? but in the presence of Almighty God are you crying? ഒരു കാര്യം പറയാം, Let me tell you one thing. നിന്റെ കണ്ണുനീരിന് ഒരു മറുപടി ദൈവം വെച്ചിട്ടുണ്ട്. There will be an answer for your tears. കണ്ണുനീരിന് ഒരു മറുപടി ദൈവം വെച്ചിട്ടുണ്ട്. There will be an answer for your tears. കണ്ണുനീരിനെ മറികടന്ന് പോകുന്നവനല്ല നമ്മുടെ ദൈവം. Our Lord doesn't ignore our tears. So യെരമ്യാവിനെ പറ്റി പറയുന്നത് കരയുന്ന പ്രവാചകൻ. Jeremiah is called the weeping prophet. ഇന്ന് രാവിലെ നമ്മൾ നോക്കാൻ പോകുന്ന യെരമ്യാവിന്റെ വിളിയെ പറ്റിയാ. Today morning we are looking at Jeremiah's calling. 3 things I want to tell about him. മൂന്ന് കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ പറയട്ടെ. Or through his calling. തന്റെ വിളിയെക്കുറിച്ച് മൂന്ന് കാര്യങ്ങൾ. Pay careful attention. ശ്രദ്ധയോടെ കേൾക്കണമേ. When you come to Jeremiah chapter 1 verses 4 and 5, യെരമ്യാവിന്റെ പുസ്തകം 1-ന്റെ 4-5 നാം വായിക്കുമ്പോൾ, the word of the Lord came to me. Jeremiah says, the word of the Lord came to me. യഹോവയുടെ അരുളപ്പാട് I എനിക്കുണ്ടായത്. chose you before I formed you in the womb. നിന്നെ ഉദരത്തിൽ ഉളവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു. I set you apart before you were born. നിന്നെ ഞാൻ നീ ഗർഭത്തിൽ പുറത്തു വരുന്നതിന് മുമ്പ് ഞാൻ നിന്നെ I വിശുദ്ധീകരിച്ചു. appointed you a prophet to the nations. ജാതികൾക്ക് പ്രവാചകനായി നിന്നെ നിയമിച്ചു. Oh, what a wonderful call is that. എത്ര മനോഹരമായ ഒരു വിളിയാണിത്. Hallelujah. Remember one thing. ഓർക്കണം ഒരു കാര്യം. God knew us even before we were born. നാം ജനിക്കുന്നതിന് മുമ്പേ ദൈവം നമ്മെ അറിഞ്ഞു. How you look like, നാം എങ്ങനെ ഇരിക്കും, different things about you, നമ്മളെ കുറിച്ചുള്ള even കാര്യങ്ങൾ your parents came to know later. മാതാപിതാക്കൾ പോലും പിന്നെയാണ് അറിഞ്ഞത്. But your creator God knows even before that. എന്നാൽ നിങ്ങളെ മെനഞ്ഞവനായ ദൈവം അതിനു മുൻപേ അറിഞ്ഞു. God tells to Jeremiah, യെരമ്യാവിനോട് ഇങ്ങനെയാണ് ദൈവം പറയുന്നത്, I knew you before I formed you in your mother's womb. നീ നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. We knew Jeremiah. യെരമ്യാവിനെ അറിഞ്ഞു. This morning, ഇന്ന് പ്രഭാതത്തിൽ, do you realize the fact that God knows you? ദൈവം നിങ്ങളെ അറിയുന്നു എന്നുള്ള കാര്യം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ടോ? God, do you realize the fact that God knows you? ദൈവം നിങ്ങളെ അറിയുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? നമുക്കറിയാമോ ദൈവം നമ്മളെ അറിയുന്നു എന്ന്? Do you know that God knows you? When first time I came to faith, or when I really surrendered my life to Jesus, ഞാൻ വിശ്വാസത്തിൽ ആദ്യം വരുമ്പോൾ കർത്താവിനെ ഞാൻ ശരിയായി ഞാൻ ജീവിതം സമർപ്പിച്ചപ്പോൾ, ആദ്യമായിട്ട് ഞാൻ സമർപ്പിക്കാൻ ഉണ്ടായ ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ, one of the first incident which happened when I submitted to my life, അന്ന് എനിക്ക് മനസ്സിലായ എൻ്റെ അകത്ത് വന്ന ഒരു ബോധ്യമുണ്ടായിരുന്നു. there was one realization that I understood in my life. എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. There is a God who knows me. എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. There is a God who knows me. ഏകദേശം 25 വർഷം ശേഷം About 25 years later, എനിക്ക് ഒരു കാര്യം കൂടെ മനസ്സിലായി. I understood one more thing. ആരിലുപരി എന്നെ ആവശ്യമുള്ള ഒരു ദൈവമുണ്ട്. More than anybody else, there's a God who needs me. ആർക്കും എന്നെ കരിയാപ്പല ഈമ്പിക്കളയുന്ന പോലെ കളയാം. Anybody can throw me away like dirt. ആർക്ക് വേണമെങ്കിൽ എന്നെ തള്ളിക്കളയാം. Anybody can forsake me. ആർക്കും എന്നെ പറ്റിയുള്ള എന്റെ ആവശ്യം ഒരു സമയത്ത് തീർന്നു പോയേക്കാം. Anybody in this world can have no use for me in this world. പക്ഷെ ആരിലുപരിയായി എന്നെ വിളിച്ചവൻ, എന്നെ അറിയുന്നവൻ ഒരു ദൈവമുണ്ട്. But there is a God who called me and who knows me more than anybody else. ഇന്ന് രാവിലെ യെരമ്യാവിനോട് പറഞ്ഞത് കർത്താവിന്റെ വചനം ഇതാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് ഇതായിരുന്നു, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. This is the word of the Lord which is coming to Jeremiah and says, I formed you, I knew you even before in the mother's womb. രണ്ടാമത് പറയുന്നത്, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു.
I consecrated you before you were born. Before you You came were out from set the womb. apart. ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. You were set apart for my purpose. എന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ നിന്നെ വേർതിരിച്ചു. എന്റെ ഉദ്ദേശത്തിന് വേണ്ടി my purpose was upon your life. I separated you. എന്റെ ഉദ്ദേശം നിന്റെ ജീവിതത്തിന് വേണ്ടി ഞാൻ നിന്നെ വേർതിരിച്ചു നിർത്തി. Third, God tells him what is that purpose. മൂന്നാമത് ദൈവം പറയുന്നു എന്താണ് ആ ഉദ്ദേശം. I have appointed you as a prophet. ഞാൻ നിന്നെ ഒരു പ്രവാചകനായി നിയമിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. A prophet appointed to the nations. I have appointed you as a prophet to the nations. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചു. So three things. മൂന്ന് കാര്യങ്ങൾ. Number one, God knows Jeremiah. ഒന്നാമത്തെ കാര്യം ദൈവം യെരമ്യാവിനെ അറിയുന്നു. Second thing, God has set apart Jeremiah. ദൈവം തന്നെ വേർതിരിച്ചു. Third, God has appointed Jeremiah. മൂന്നാമത് യെരമ്യാവിനെ നിയമിച്ചു. This morning I want to tell you, you are chosen not to be left alone. You are chosen to be appointed for a purpose. ഞാൻ പറയട്ടെ, നിങ്ങളെ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് ദൈവം നിങ്ങളെ വിളിച്ചത്. അത് വെറുതെ കളയുവാനല്ല. നിങ്ങളെ ദൈവം വിളിച്ചത് വെറുതെ നിങ്ങളെ ഒരു സ്ഥലത്ത് ഇടാൻ വേണ്ടിയല്ല. God did not call you to put you aside in a certain place. നിന്നെ തിരഞ്ഞെടുത്തെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരു നിയമനമുണ്ട്. If he chose you, then there is an appointment in your life. നിന്നെ ഓരോരുത്തർ നിയമിക്കപ്പെടുന്നവനാണ് നിന്റെ ദൈവം. Our God appoints you in a certain place. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് നിന്റെ മേൽ എന്തിനാണ് വന്നത്? Why did the calling, the choosing of God come in your life? കാരണം നിന്നെപ്പറ്റി ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. Because God has a purpose in your life. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാവിലെ ദൈവസന്നിധി നാം ആയിരിക്കുമ്പോൾ, so when we are in the presence of God, ആദ്യമേ നമ്മുടെ അകത്തൊരു ബോധ്യമുണ്ടാകണം. initially we should have this realization. എൻ്റെ ദൈവം എന്നെ അറിയുന്നു. My God knows me. അവൻ എന്നെ വിശുദ്ധീകരിച്ച ദൈവമാണ്. He made me holy. അവൻ എന്നെ നിയമിക്കുന്നവനാണ്. He appoints me. അവന്റെ ഉദ്ദേശം എൻ്റെ ജീവിതത്തിലുണ്ട്. His purpose is in my life. All the children who are listening to me, I want to tell you something. എന്നെ കേൾക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും ശ്രദ്ധിക്കണമേ. You are privileged. നിങ്ങൾക്ക് നല്ലൊരു privilege ഉണ്ട്. Do you ഉണ്ട്. realize what is your privilege? നിങ്ങൾക്ക് അറിയാമോ നിങ്ങളുടെ ഈ സ്ഥാനം, നിങ്ങളുടെ privilege എന്താണ്? When I talk to many people, ഞാൻ പലരോടും സംസാരിക്കുമ്പോൾ, they regret the fact that they came to know the Lord late in their life. അവരുടെ ജീവിതത്തിൽ സങ്കടം ഇതാണ്, അവരുടെ ജീവിതത്തിൽ ഒരു പിന്നിട്ട ഒരു കാലത്താണ് കർത്താവിനെ അറിഞ്ഞത്. I know people who came to the Lord way advanced in their life, and their children are already gone, and they weep saying that I wish I knew Jesus at a younger age so that I could have led my children in the path of the Lord. അവരുടെ ജീവിതത്തിലെ പ്രായമായ സമയത്താണ് അവർ കർത്താവിനെ അറിഞ്ഞത്. അവരുടെ വലിയ സങ്കടം ഇതാണ്, ഞാൻ ചെറിയ പ്രായത്തിൽ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവിലേക്ക് എനിക്ക് നയിക്കുവാൻ കഴിയുമായിരുന്നു. Some people regret saying that I came to the Lord later. I am not able to use my youth energy for serving the Lord. ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ പ്രായമായപ്പോൾ ഞാൻ കർത്താവിൽ വന്നു, അതുകൊണ്ട് എൻ്റെ യൗവനകാലത്തിൽ ഞാൻ കർത്താവിനെ സേവിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. This morning it is a privilege to know the Lord at a young age. ഒരു ചെറുപ്പമായ പ്രായത്തിൽ തന്നെ കർത്താവിനെ അറിയുന്നത് അതൊരു വലിയ പ്രിവിലേജ് ആണ്. Don't think that it is a boring thing that I was born in a Christian family. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളത് വലിയ ബോറിംഗ് ആയിട്ടുള്ള വിഷയമാണെന്ന് കരുതരുത്. Don't think it is a headache that you are born in a spiritual family. ഒരു ആത്മീയ കുടുംബത്തിൽ ജനിച്ചത് ഒരു തലവേദനയായി പോയി ചിന്തിക്കരുത്. I want to tell you, many people regret that they don't have that opportunity. You need to be praising God that God gave you an opportunity to be born in a spiritual family. പലരും ആ വിഷയത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുമ്പോൾ നാം അത് സന്തോഷത്തോടെ ആനന്ദത്തോടെ നമ്മൾ അറിയണം, ഒരു ക്രിസ്തീയ കുടുംബത്തിൽ, ആത്മീയ കുടുംബത്തിൽ ഞാൻ ജനിച്ചു. You are able to know the creator God from a very young age. ചെറിയ പ്രായത്തിൽ തന്നെ സൃഷ്ടാവാം ദൈവത്തെ നിങ്ങൾക്ക് അറിഞ്ഞു. If you were prayed upon even before you were born or after you were born, you are privileged than many others. നിങ്ങൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുവെങ്കിൽ വലിയ പ്രിവിലേജ് ആണത്. If you have a praying parents, it is a privilege. ഒരു പ്രാർത്ഥിക്കുന്ന ഒരു മാതാപിതാക്കളുള്ളവരാണെങ്കിൽ അത് നല്ലൊരു വിഷയമാണ്. If you received prayers from the day you were conceived all the way up till now, that is a privilege. നിങ്ങൾ അമ്മയുടെ ഉദരത്തിൽ ഉളവായ ആ സമയം മുതൽ ഇന്ന് വരെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കപ്പെടുന്നുവെങ്കിൽ അതൊരു നല്ല അനുഭവമാണ്. Because that is a blessed thing to have in your life. അതൊരു അനുഗ്രഹീതമായ വിഷയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ. But more than that, remember, God has chosen you. God has seen you even before you were born. എന്നാൽ അതിനെല്ലാം ഉപരിയായി നിങ്ങൾ ജനിക്കുന്നതിന് മുൻപ് തന്നെ ദൈവം നിങ്ങളെ കണ്ടു. Sometimes insecurity gets in. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇൻസെക്യൂർ ആകാറുണ്ട്. Sometimes, when you look at others, മറ്റുള്ളവരെ നോക്കുമ്പോൾ you may feel like I am inferior. നാം നോക്കി ചിന്തിക്കും, എനിക്ക് വലിയ I'm ഗുണമൊന്നുമില്ല, good for nothing. എന്നെ കൊണ്ട് വലിയ ഗുണമില്ല. Why am I born into this world? ഈ ലോകത്തിൽ ഞാൻ ജനിച്ചത് എന്തിനാണ്? I want to repeat that again. Sometimes you may question yourself. പലപ്പോഴും നാം നമ്മെ തന്നെ ചോദ്യം ചെയ്യാറുണ്ട്. But remember, എന്നാൽ ഓർക്കണം, hallelujah, you are not going to be abandoned because there is a God who knows you.
നിങ്ങളെ വെറുതെ ത്യജിച്ച് കളയുവാനല്ല, ദൈവം നിങ്ങളെ അറിയുന്നു. So he has chosen us for an appointment. ഒരു വിഷയത്തിന് വേണ്ടി, ഒരു കാര്യത്തിന് വേണ്ടി, ഒരു നിയമനത്തിന് വേണ്ടി ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. Second thing I want to tell you, രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, your limitation does not limit God from using you. നമ്മുടെ പരിമിതികൾ ദൈവം നമ്മെ ഉപയോഗിക്കുന്നതിന് ഒരു പരിമിതിയല്ല. What did Jeremiah say? യെരമ്യാവ് എന്താണ് ഇവിടെ പറയുന്നത്? Bible says he protested. വചനം പറയുന്നത് താൻ ഇതിനെ എതിർത്തു എന്നാണ്. He protested the word of God. ദൈവത്തിന്റെ ആ കൽപ്പന, ആ വാക്ക് താൻ എതിർത്തു. He said, "Oh no, Lord God, look, I don't know how to speak since I am only a youth." യെരമ്യാവ് ഇങ്ങനെയാണ് പറയുന്നത്, എന്നാൽ ഞാൻ അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിക്കുവാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ. I am just a youth. ഞാൻ ഒരു ബാലനാണ്. And then the Lord said to him, ദൈവം ഇങ്ങനെ മറുപടി പറഞ്ഞു, "Do not say I am only a youth." ദൈവം ഇങ്ങനെയാണ് അരുളപ്പാടുണ്ടായത്, ഞാൻ ബാലൻ എന്ന് പറയരുത്. For you will go to everyone I send you and speak whatever I tell you. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോവുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് Do സംസാരിക്കുകയും not be വേണം. afraid of anyone, for I am with you. ഭയപ്പെടരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. To rescue you, this is the Lord's declaration. നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഇതാണ് എന്റെ അരുളപ്പാട്. Jeremiah had excuse. യെരമ്യാവിന് എക്സ്ക്യൂസുകൾ ഉണ്ടായിരുന്നു. Many people in the Bible had excuses. വചനത്തിൽ തിരുവെഴുത്തുകൾ നാം പഠിക്കുമ്പോൾ പലർക്കും ഇതുപോലെ Many of എക്സ്ക്യൂസുകളുണ്ട്. us have excuses. നമുക്ക് പലർക്കും എക്സ്ക്യൂസുകളുണ്ട്. Jeremiah had an excuse. യെരമ്യാവിന് എക്സ്ക്യൂസ് ഉണ്ട്. Moses had an excuse. മോശയ്ക്ക് എക്സ്ക്യൂസ് ഉണ്ടായിരുന്നു. Many people had excuses. പലർക്കും എക്സ്ക്യൂസ് ഉണ്ടായിരുന്നു. What was Jeremiah's excuse? യെരമ്യാവിന്റെ എക്സ്ക്യൂസ് എന്താണ്? Jeremiah's excuse is I am young. യെരമ്യാവിന്റെ എക്സ്ക്യൂസ് ഇതാണ്, ഞാൻ ചെറുപ്പമാണ്, I have ബാലനാണ്, limitations. എനിക്ക് പരിമിതികളുണ്ട്. People are not going to take me seriously. ഞാൻ പറയുന്ന കാര്യങ്ങൾ ജനം ഗൗരവത്തോടെ എടുക്കില്ല. Timothy had an excuse. തിമോത്തിയോസിന് എക്സ്ക്യൂസ് He ഉണ്ടായിരുന്നു, was young. താൻ ബാലനായിരുന്നു. But in spite of all the genuine excuses we have, ഈ ജെന്യുവൻ ആയിട്ടുള്ള എല്ലാ എക്സ്ക്യൂസുകളെക്കാളും, see, Moses' excuse was justified because he had a stammering. He didn't think that he was able to do it. ഈ മോശ പറഞ്ഞ എക്സ്ക്യൂസ് അത് ശരിയായിട്ടുള്ളതാണ്, കാരണം തനിക്ക് വിക്കുണ്ടായിരുന്നു. And Jeremiah's excuse was also right because he was young. യെരമ്യാവിന്റെ എക്സ്ക്യൂസും ശരിയാണ്, താൻ ബാലനായിരുന്നു. Many times our excuses may also be correct because we are genuine in our concerns and protests. പലപ്പോഴും നമ്മുടെ എക്സ്ക്യൂസുകളും ഇതുപോലെ ന്യായമുള്ളതായിരിക്കാം. Because he, just like Jeremiah protested, we may protest many things. യെരമ്യാവ് ഇതുപോലെ എതിർത്തതുപോലെ നാമും എതിർക്കാം. But what was the answer of God? എന്നാൽ ദൈവത്തിന്റെ മറുപടി എന്താ? God said, ദൈവത്തിന്റെ മറുപടി "Do not ഇതാണ്, look at your circumstances നിന്റെ അവസ്ഥയെ നീ നോക്കരുത്, and deny, അത് പറഞ്ഞ് നീ വേണ്ടെന്ന് but വയ്ക്കരുത്, obey what I say, എന്നാൽ ഞാൻ പറയുന്നത് അനുസരിക്കണം, because I am with you." കാരണം ഞാൻ നിന്നോട് കൂടെയുണ്ട്. Hallelujah. ആമേൻ. How many of you realize that when God is with you, എത്ര പേർ മനസ്സിലാക്കും ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ that's enough? അത് മതിയെന്ന്? That's more than enough. അത് അത്രയ്ക്കും ആവശ്യമേ ഉള്ളൂ. See, David did not have lot of strength and capabilities and all the things according to the standards of this world. ഈ ലോകത്തിന്റെ ഒരു പ്രമാണം അനുസരിച്ച് ദാവീദിന് വളരെയധികം ശക്തിയോ അതിന്റെ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. But Goliath had all the things in his life. ലോകത്തിന്റെ കണ്ണിൽ ഗോലിയാത്തിന് എല്ലാം ഉണ്ടായിരുന്നു. But one difference. എന്നാൽ ഒരു വ്യത്യാസം, God was with David. ദൈവം ദാവീദിനോട് കൂടെ. That's why he got the victory. അതുകൊണ്ട് ദാവീദിന് വിജയം ലഭിച്ചു. Many times we have limitations. പലപ്പോഴും നമുക്ക് പരിമിതികളുണ്ട്. We all know about the somebody called us Fanny Crosby. You have heard of that. Many of our kids have presented programs on that also. ഫാനി ക്രോസ്ബിയെ കുറിച്ച് നമുക്ക് പലർക്കും അറിയാമല്ലോ. She was an American mission worker, poet, lyricist, and composer. അമേരിക്കയിൽ മിഷണറി പ്രവർത്തനം ചെയ്ത് താൻ കവിതകൾ എഴുതുന്ന ഒരു വ്യക്തിയായിരുന്നു. She was a prolific hymn writer, and she wrote more than 8,000 hymns. അനേകം ഗാനങ്ങൾ, പാട്ടുകൾ എഴുതിയ ഒരു വ്യക്തിയായിരുന്നു. 8,000 പരം പാട്ടുകൾ എഴുതി. And it is said that her copies, more than 100 million copies were printed. തൻ്റെ ഗാനങ്ങൾ ഏകദേശം 100 മില്യനേക്കാളും കൂടുതൽ കോപ്പികൾ പ്രിന്റ് ചെയ്തു. By the end of the 19th century, she was a household name. 19th നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോൾ എല്ലാ വീടുകളിലും തന്നെ കുറിച്ച് അറിയാം. This morning we sang the song after the end of the first service, Blessed Assurance, Jesus is mine. ഇന്ന് ആദ്യത്തെ സർവീസിന്റെ അവസാനം ബ്ലെസ്ഡ് അഷ്വറൻസ് എന്നുള്ള പാട്ട് നാം പാടിയല്ലോ. I wish I had the time to sing Pass Me Not, O Gentle Savior, that song. Pass Me Not, O Gentle Savior എന്നുള്ള പാട്ട് കൂടെ പാടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. Draw me nearer, that song. Draw Me Nearer എന്ന പാട്ടും പാടാൻ. And some publishers were hesitant to publish so many songs from a single person in one book. That's why she had to use
anonymous, like different names. ചില പബ്ലിഷേഴ്സ് ആ സമയത്ത് ഒരേ പേരിൽ ഇത്രയധികം പാട്ടുകൾ പ്രിന്റ് ചെയ്യുവാൻ അവർക്ക് മടിയായിരുന്നു. അതുകൊണ്ട് പല നാമങ്ങളിൽ ഇതേ പാട്ടുകൾ തമ്മിൽ വന്നു. It is claimed that there were more than 200 names she had used. ഇങ്ങനെയാണ് നാം കേൾക്കുന്നത്. ഏകദേശം 200 പേരുകളിൽ താൻ പാട്ടുകൾ എഴുതി. Wonderful, right? എത്ര മനോഹരമായ. Praise God. ഹല്ലേലൂയ. Amen. How many of you are thankful for this woman? എത്ര പേർ ഈ സ്ത്രീയെ ഓർത്ത് സന്തോഷിക്കുന്നു? How many gospel songs and hymns she wrote? എത്ര സുവിശേഷ ഗാനങ്ങൾ, എത്ര പാട്ടുകൾ താൻ എഴുതി? About more than 8,000. She also wrote other poems. മറ്റു കവിതകളും താൻ എഴുതി. എന്നാൽ 8000-ൽ പരം സുവിശേഷ ഗാനങ്ങൾ, ക്രിസ്തീയ ഗാനങ്ങൾ താൻ എഴുതി. And what was the uniqueness of her? എന്തായിരുന്നു തന്റെ പ്രത്യേകത? When she was just 6 weeks old, 6 ആഴ്ചകൾ മാത്രം പ്രായമുള്ളപ്പോൾ she got a cold and developed inflammation of the eyes. തനിക്ക് ഒരു അസുഖം, ഒരു രോഗം പിടിപെടുകയും തന്റെ കണ്ണിൽ തടിപ്പുണ്ടായി. Some things were applied on her eyes, കണ്ണിൽ ചില ചികിത്സകൾ ചെയ്തു. but she lost her ability to see. കാഴ്ചയ്ക്കുള്ള തന്റെ ശക്തി നഷ്ടപ്പെട്ടു. She was blind. താൻ അന്ധയായി തീർന്നു. And this person who was blind ഈ അന്ധയായ വ്യക്തി wrote the song we are singing these days. ഈ ദിവസങ്ങളിൽ നാം പാടുന്ന പല പാട്ടുകളും എഴുതിയ വ്യക്തിയാണിത്. More than 8,000 songs. 8000-ൽ പരം പാട്ടുകൾ. We have 2 eyes. നമുക്ക് 2 കണ്ണുകളുണ്ട്. And we have a supporting 2 more eyes, I sometimes call 4 eyes. നമുക്ക് ചിലപ്പോൾ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കണ്ണാടിയും ഉണ്ട് നമുക്ക്. How many songs we have written? എത്ര പാട്ട് നാം എഴുതി? Okay, everybody is not called to write songs. എല്ലാവരും പാട്ട് എഴുതാനായിരിക്കില്ല വിളിക്കപ്പെട്ടത്. Sometimes we pity our situation. പലപ്പോഴും നാം നമ്മുടെ അവസ്ഥയെ ഓർത്ത് സഹതപിക്കുന്നവരാണ്. Sometimes we think I don't have this. എനിക്കിതില്ല എന്ന് ഓർക്കും. ചിലപ്പോൾ നമ്മൾ പറയും അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ, ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ. Sometimes we say if I had that or if I had this. ചിലർ പറയാറുണ്ട് എൻ്റെ അപ്പൻ അങ്ങനെ ആയിരുന്നെങ്കിൽ, എൻ്റെ അമ്മ ഇങ്ങനെ ആയിരുന്നെങ്കിൽ. Some may say if my father was like that or my mother was like this. ചിലപ്പോൾ ചിലർ പറയും എൻ്റെ ഭർത്താവ് അങ്ങനെ ആയിരുന്നെങ്കിൽ, എൻ്റെ ഭാര്യ ഇങ്ങനെ ആയിരുന്നെങ്കിൽ. Some may say if my husband was like this, if my wife was like that. ഞാൻ എന്തൊക്കെയോ ചെയ്തേനെന്ന്. I would have done something more. ഞാൻ പറയാം. Let me say this. നീ ഒരു ആക്സിഡന്റ് അല്ല. You're not an accident. നീ ആയിരിക്കുന്ന സാഹചര്യം ഒരു ആക്സിഡന്റ് അല്ല. The situation you are in, it's not an accident. നീ എത്തിച്ചേർന്നിരിക്കുന്ന അവസ്ഥ അതൊരു ആക്സിഡന്റ് അല്ല. The situation you have reached now is not an accident. നീ പോകുന്ന പാത അതൊരു അബദ്ധമല്ല. The path that you are taking, it's not an accident. ആ പാതയിൽ കൂടെ പോയി ദൈവമഹത്വം വെളിപ്പെടുത്താൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് നീ. You are one who's chosen to go through that path and to reveal the glory of God. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പാടുന്നത് I surrender all. എല്ലാം കർത്താവേ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. That's why we sing this song, I surrender all. ഞാൻ എല്ലാം സമർപ്പിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? What does it mean when you say I surrender everything? കർത്താവേ ഞാൻ അങ്ങയുടെ കരങ്ങളില്ല. Lord, I'm in your hands. ഞാൻ നിന്റെ കരങ്ങളില്ല. Lord, I'm in your hands. ഞാൻ അങ്ങയുടെ കരങ്ങളിലായിരിക്കുന്നത് കൊണ്ട് Because I'm in your hands. എൻ്റെ ജീവിതത്തിൽ വരുന്ന സകലതും, everything that comes in my life, ഹല്ലേലൂയ, നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe that your presence is with me. വേദപുസ്തകം പഠിപ്പിക്കുന്നത് നമ്മുടെ തലയിലെ ഒരു മുടി, the word of God teaches us that even one hair നമ്മൾ അറിയത്തില്ല അത് താഴെ വീണെന്ന്. we will not know if it fell down. എത്ര ഉണ്ടെന്നുള്ള കൗണ്ട് നമുക്ക് അറിയത്തില്ല. We do not know how many hair we have. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്. Many times I tell this. നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ എന്തൊക്കെ കേടുപാടുണ്ടെന്ന് നമുക്കറിയത്തില്ല. We don't know what is wrong in our body. ഡോക്ടേഴ്സ് അത് ചിലപ്പോൾ നമുക്ക് സിംപ്റ്റംസ് വരുമ്പോൾ ഡയഗ്നോസ് ചെയ്തെടുക്കത്തേ ഉള്ളൂ. If we have some symptoms, doctors may diagnose that. പക്ഷെ നിന്റെ ശരീരത്തിൽ ഇപ്പോൾ എന്തൊക്കെ ഉണ്ടെന്നും നിന്റെ ശരീരത്തിൽ എന്തൊക്കെ ഓടുന്നു, എത്രമാത്രം റേറ്റിൽ ഓടുന്നെന്നും ഇതെല്ലാം നന്നായി അറിയുന്നവനാണ് നമ്മുടെ ദൈവം. Our Lord knows every detail of whatever is happening in our body. അവൻ അറിയാവുന്ന പോലെ അറിയാവുന്ന വേറെ ആരുമില്ല. There is nobody else who knows as much as he knows. അവനാണ് ഇതിന്റെ ഒറിജിനൽ ക്രിയേറ്റർ. Because he is the original creator of this body. അവനാണ് ഇത് ഉണ്ടാക്കിയത്. He made this body. ഇപ്പോഴും മെഡിക്കൽ സയൻസ് പലതും ഡിസ്കവർ ചെയ്യുന്നതേ ഉള്ളൂ. Medical science is still continuing to discover certain പുതിയ things. പുതിയ കണ്ടുപിടുത്തങ്ങളുമായിട്ട് അവർ വരുന്നതേ ഉള്ളൂ. They are finding new discoveries and inventions now. പക്ഷേ ഇതിന്റെ ഒറിജിനൽ ക്രിയേറ്റർ നാം സേവിക്കുന്ന നമ്മുടെ ദൈവമാണ്. But the original creator of this is the God we worship. അപ്പോൾ അങ്ങനെയാണെങ്കിൽ, if that is the case, അവൻ നമ്മളെ അറിയുന്നെങ്കിൽ, if he knows us, അവൻ നമുക്ക് നൽകുന്ന സകല സാഹചര്യങ്ങളും, all the situations that he gives us, അത്
ദൈവമഹത്വത്തിന് വേണ്ടി നാം സമർപ്പിച്ചാൽ ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയും. All the opportunities, if we use it for His glory, then His will be done. നമുക്ക് ചുറ്റും ചരിത്രത്തിലും അല്ലാതെ ഒത്തിരി സാക്ഷ്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. There is a great deal of witnesses around us in history and around us. എന്താണ് അവരുടെ പ്രത്യേകത? What is so special about them? പ്രതികൂല സാഹചര്യങ്ങൾ അവരെ ഒതുക്കിയില്ല. പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടെ അവരൊരു സാക്ഷിയായി വെളിവന്നു. The difficult situations did not put them down, but they rose up and became a testimony because നീ of that. ഏത് സാഹചര്യത്തിലും ദൈവമുഖത്തേക്ക് നോക്കാൻ നീ റെഡിയാണെങ്കിൽ നിന്നിൽ കൂടെ ഒരു മഹത്വം വെളിപ്പെടുത്താൻ യഹോവയായ ദൈവം കാത്തിരിക്കുകയാണ്. Whatever situation you are in, if you're willing to look at the face of God, then God will reveal His glory through you. പോട്ടെ, കണ്ണൊന്നും കാണാതെ വേണ്ട, കയ്യിൽ ഒരു മുറിവ് വന്നാൽ മതി. Leave the eyesight. What will happen if there is a small injury in your hands? ചെറിയൊരു കൈക്കൊരു വേദന വന്നാൽ മതി. A small pain in your hands. വേണ്ട, ഒരു ചുമ വന്നാൽ മതി. A small cough comes in your life. പ്രാർത്ഥനയും പോയി, പള്ളിയും പോയി, എല്ലാം പോയി. The prayer, nothing, no fellowship, everything is gone. എല്ലാം പോയി. Everything is gone. ഓ, എനിക്കിങ്ങനെ ഇന്ന് എഴുന്നേറ്റപ്പം When I woke up today, എനിക്കിങ്ങനെ തോന്നി, I felt like ചിലപ്പം ബോഡിക്ക് ഒരു പെയിൻ വരാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നി. I felt like I may get a body pain. ഹല്ലേലൂയ, അത് മതി. That is enough. എല്ലാം മുടക്കാൻ വേണ്ടി. That is enough to cancel everything. പക്ഷെ ഇന്ന് രാവിലെ ഞാനൊരു കാര്യം പറയാം. But today morning, let me remind you one thing. ഹല്ലേലൂയ, ഒരു ബ്ലൈൻഡ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിഞ്ഞുവെങ്കിൽ, If God can use somebody who is blind. കൊച്ചിലെ മുതലേ ബ്ലൈൻഡ് ആയിരുന്ന ഒരു വ്യക്തി. She was blind from a young age. ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, Let me tell you this. കണ്ണ് കാണാൻ കഴിയുന്നുണ്ട്, You have eyesight. കാല് നടക്കാൻ പറ്റുന്നുണ്ട്, You are able to walk. രണ്ട് കൈ നമുക്ക് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, You have two functioning hands. നമുക്ക് കോംപ്രിഹെൻഷൻ ഉണ്ട്, We are able to understand things. നമുക്ക് ഡിസേൺമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കാര്യങ്ങൾ. We are able to discern things. ഇത്രയെല്ലാം എബിലിറ്റീസും ദൈവം തന്നെങ്കിൽ, If God has given all these abilities, നിന്റെ സാഹചര്യത്തിന്റെ അപ്പുറത്ത് ദൈവത്തിന് നിന്നിൽ കൂടെ തന്റെ മഹത്വം വെളിപ്പെടുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കണം. God is able to reveal His glory even through your circumstances. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞത്. That's why Paul says this. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി. Lord says, my grace is sufficient for you. എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. My strength will be revealed in your weakness. അവന്റെ കൃപ നമുക്ക് മതി. His grace is sufficient ഏത് for us. സാഹചര്യത്തിൽ നമുക്ക് പറയാൻ പറ്റണം, Whatever situation we are, we should be able to say that. നിന്റെ കൃപ എനിക്ക് മതി. Your grace is sufficient for me. ഹല്ലേലൂയ. സെക്കുലർ വേൾഡിൽ ഇങ്ങനെ ഒരു പറച്ചിലുണ്ടല്ലോ. In the secular world, there's a saying like this. There is no failure. ഒരു തോൽവി എന്നുള്ളതില്ല. There every failure is a new lesson for you. എല്ലാ തോൽവിയും ഒരു പുതിയ പാഠമാണ്. If there are things which comes in our life which we feel like a failure, നമ്മുടെ ജീവിതത്തിൽ തോൽവി എന്ന് തോന്നുന്ന കാര്യങ്ങൾ വന്നാൽ, always remember you learn the lesson for which God allowed it to happen in your life. ഓർക്കണം, ഇങ്ങനെ ഒരു പാഠമാണ് ദൈവം അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ച ഒരു വിഷയമാണെന്ന്. So don't say എനിക്ക് എന്നെ കൊണ്ട് കഴിയത്തില്ല. Never say that you are not able to do this. എനിക്ക് പണമില്ല, I don't have money. എനിക്ക് സാധ്യതകളില്ല, I don't have these opportunities. എനിക്ക് വേണ്ടി പറയാൻ ആരുമില്ല, There is nobody to recommend for me. എന്നെ കൈപിടിച്ച് പൊക്കാൻ ആരുമില്ല, There is nobody to hold my hand and raise me up. എന്നെ കൊണ്ടുപോകാൻ ആരുമില്ല. There is nobody to lead me. ഹല്ലേലൂയ. അങ്ങനെയൊന്നും പറഞ്ഞ് നീ നിന്റെ മനസ്സിൽ ഇടിഞ്ഞ ചിന്താഗതി കൊണ്ടിരിക്കരുത്. Don't create these depressing thoughts in your minds and sit. അത് പിശാചിന്റെ തന്ത്രമാണ്. That's a scheme of the devil. പിശാചിന്റെ പ്ലാൻ അതാണ്. That's a plan of the devil. അവൻ നിന്റെ ചെവി വന്ന് മന്ത്രം ഓതും. He will tell this in your നിനക്ക് ears. കഴിവൊന്നുമില്ല, He'll tell that you don't have any നിന്നെ കൊണ്ടൊന്നും qualification. നടക്കത്തില്ല. You are not able to do this. ഹല്ലേലൂയ. നിനക്കൊരു ഗുണവുമില്ല, You are not good for nothing. നിന്റെ ജീവിതം ഇങ്ങനെ അവസാനിക്കാൻ പോവുകയാണ്. Your life will end like this. അങ്ങനെ പറയുമ്പോൾ When the devil says that, അതിന്റെ മധ്യത്തിലും even in the midst of that, വിശ്വാസമുള്ള ഒരു ഭക്തൻ പറയും, a godly man with faith will say, ഹല്ലേലൂയ, my limitations are not a limitation to my God. എന്റെ പരിമിതികൾ ദൈവത്തിന് പരിമിതിയല്ല. My limitations are not a limitation to God. എന്റെ പരിമിതികൾ ദൈവത്തിന് ഒരു പരിമിതിയല്ല. Because his strength and power comes through in all those situations. കാരണം അപ്പോൾ ദൈവത്തിന്റെ ശക്തിയും കൃപയും ആ സാഹചര്യത്തിൽ വെളിപ്പെട്ട് The വരും. past many times I have experienced times of weaknesses. കഴിഞ്ഞ കാലങ്ങളിൽ പലതവണ ഈ ക്ഷീണിച്ചു പോകുന്ന അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ When the physically sometimes weakness is there, ശരീരത്തിൽ ബലഹീനതകൾ വരുമ്പോൾ still we can move forward. അപ്പോഴും നമുക്ക് മുന്നോട്ട് പോകുവാൻ Why? കഴിയും. എന്തുകൊണ്ട്? Because I believe the grace of God is sufficient for me. കാരണം എന്റെ വിശ്വാസം ഇതാണ്, ദൈവത്തിന്റെ കൃപ I എനിക്ക് believe മതി. Jehovah Jireh is there for me. എന്റെ വിശ്വാസം ഇതാണ്, യഹോവ ഈരെ എന്റെ കൂടെ ഉണ്ട്. He will provide everything for me. എനിക്ക് ആവശ്യമുള്ളതെല്ലാം എനിക്ക് വേണ്ടി കരുതും. Recently somebody called me and they were telling about lot of needs. ഈ ഇടയ്ക്ക് ഒരു വ്യക്തി വിളിച്ചിട്ട് പല ആവശ്യങ്ങൾ പറഞ്ഞു.
പറഞ്ഞു. I said, don't worry. ഞാൻ പറഞ്ഞു വിഷമിക്കരുത്. At the right time, God will provide everything. തക്ക സമയത്ത് ദൈവം എല്ലാം നിനക്ക് Because the one who called is faithful. കാരണം വിളിച്ചവൻ വിശ്വസ്തനാണ്. When God's things are done in His ways, it will not lack any provision. ദൈവത്തിന്റെ വഴിയിൽ ദൈവത്തിന്റെ കാര്യങ്ങൾ നടക്കുമ്പോൾ ഒരു കാര്യത്തിനും ഒരു തടസ്സം വരികയില്ല. This morning, let me tell you, don't think that your limitations are going to limit you. When God is with you, you are going to overcome all those things. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, നമ്മുടെ പരിമിതികൾ ദൈവത്തിന് ഒരു പരിമിതിയല്ല, അതിനെല്ലാത്തിനും ഉപരിയായി പോകണം. So God told Jeremiah, don't say all these things. ദൈവം യെരമ്യാവിനോട് പറഞ്ഞു ഇങ്ങനെയൊന്നും പറയരുത്. Don't make all these excuses. ഇങ്ങനത്തെ എക്സ്ക്യൂസുകൾ പറയരുതെന്ന് പറഞ്ഞു. Hallelujah. I want to add one more thing over there. ഒരു കാര്യം കൂടി ഞാൻ അവിടെ ചേർക്കട്ടെ. It is not like God calls you and puts you in the same way where you are. ദൈവം വിളിച്ചിട്ട് ഒരേ വിളിച്ച ആ അവസ്ഥയിൽ തന്നെ നിങ്ങൾ വിടുകയില്ല. It is not like the way you are, God is going to use you. നിങ്ങൾ ആയിരിക്കുന്ന ആ അവസ്ഥയിൽ തന്നെയല്ല നിങ്ങൾ ദൈവം ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഉഴപ്പി തല്ലി നടക്കാന്ന് വെച്ചു. Let's say you are lazy and you are lazy in your life. അങ്ങനെ ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ടെന്ന് നീ ഉഴപ്പി തല്ലി ഇരുന്നാല് അപ്പൊ തന്നെ എങ്ങനെ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുമെന്നല്ല ഇവിടെ പറഞ്ഞത്. It's not said that if you have God's calling and in your life situation you are lazy, your life will miraculously change or anything. ദൈവം നിന്നെ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. There are certain things God desires of your life. നീ ചില കാര്യങ്ങളിൽ കാൽച്ചുവടെടുത്ത് വെച്ചേ പറ്റത്തുള്ളൂ. You have to take the first step in certain things ചില in your കാര്യങ്ങളിൽ life. വില കൊടുത്തേ പറ്റത്തുള്ളൂ. In certain things you have to pay the price. ചില കാര്യങ്ങളിൽ നീ പ്രയോറിറ്റൈസ് ചെയ്തേ പറ്റത്തുള്ളൂ. In certain things you have to prioritize. എത്ര വാഗ്ദത്തം നിന്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് വെച്ചാലും, how many ever promises you have in your life, ദൈവം ആഗ്രഹിക്കുന്നിടത്ത് നീ എത്താതെ, unless you reach to a position where God desires, ദൈവത്തിന് പലതും നിന്നിൽ കൂടെ ചെയ്യാൻ പറ്റത്തില്ല. God cannot do certain things through your life. പക്ഷേ നീ സമർപ്പിക്കുമ്പോൾ, but when you submit, നീ വില കൊടുക്കാൻ റെഡിയാകുമ്പോൾ, when you are ready to pay the price, അസാധാരണമായി നിന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കൃപ നീ മനസ്സിലാക്കുവാൻ തുടങ്ങും. there will be things which are unimaginable and miraculous things happening in your നീ life. ആള് മാറിയവനെ പോലെയാകും. You will be like a person who is transformed. അതിനെപ്പറ്റി പറയാം. Let me tell about that. 9-10 വാക്യങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ, when we look at verses it 9 says and 10, that the Lord reached out his hand, touched my mouth and told me, I have now filled your mouth with my words. See, I have appointed you today over the nations and kingdoms to uproot, to tear down, to destroy, demolish and build and plant. പിന്നെ യഹോവ കൈനീട്ടി എൻ്റെ വായെ തൊട്ടു, ഞാൻ എൻ്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. നോക്കുക, നിർമ്മലമാക്കുവാനും പൊളിക്കുവാനും നശിപ്പിക്കുവാനും ഇടിച്ചു കളയുവാനും പണിയുവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു. What happens here? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? It is not only that God has chosen Jeremiah. ദൈവം യെരമ്യാവിനെ വിളിച്ചു എന്നുള്ളത് മാത്രമല്ല, മാത്രമല്ല, he knows him and he set him apart and he has appointed him. തന്നെ വിളിക്കുകയും തന്നെ നിർമ്മലമാക്കുകയും തന്നെ നിയമിക്കുകയും ചെയ്തു എന്ന് It is not മാത്രമല്ല, alone that God is giving the assurance that I will be with you, do not be afraid. നിന്റെ കൂടെ ഞാൻ ഉണ്ടാകും, നീ ഭ്രമിച്ചു പോകരുതെന്നുള്ള ഉറപ്പ് നൽകുന്ന മാത്രമല്ല, But God also is telling one more thing. ഒരു കാര്യം കൂടെ അവിടെ പറയുന്നു. Or God is doing something. ഒരു കാര്യം അവിടെ പ്രവർത്തിക്കുന്നു. God is reaching out his hands and he is touching his mouth. യഹോവ കൈ നീട്ടി യെരമ്യാവിന്റെ വായെ തൊട്ടു. And he says, now you are filled. Now I have filled your mouth with my words. എൻ്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. So 2 things I told you so far. രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. The one thing I told you, God, whomever God has chosen, he will appoint. ആദ്യം പറഞ്ഞത് ദൈവം വിളിച്ചവനെ ദൈവം നിയമിക്കും. Your limitation does not limit God from using you. നമ്മുടെ പരിമിതികൾ ദൈവത്തിന് നമ്മെ ഉപയോഗിക്കുവാൻ പരിമിതിയല്ല. The third thing I want to tell you is a touch from the Lord is important in our lives. മൂന്നാമത് ദൈവത്തിന്റെ ഒരു സ്പർശനം നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. The touch from the Lord is important in our lives. ദൈവത്തിന്റെ നമ്മുടെ ജീവിതത്തിലുള്ള ഒരു സ്പർശനം. See, first 2 things are very easy. ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ എളുപ്പമാണ്. It is easy to know that God has chosen me and he has appointed me. ദൈവം എന്നെ വിളിച്ചു, എന്നെ നിയമിച്ചു എന്ന് അറിയുന്നത് എളുപ്പമാണ്. Second thing, just to understand and just believe that, irrespective of my circumstances, God is going to use me, it's easy. എൻ്റെ അവസ്ഥയിൽ എന്തായിരുന്നാലും ദൈവം എന്നെ ഉപയോഗിക്കുമെന്ന് മനസ്സിലാക്കുന്നതും എളുപ്പമാണ്. When I say easy, it's not easy for everyone, but comparatively easier. അത് താരതമ്യേന അത് എളുപ്പമുള്ള വിഷയങ്ങളാണ്. But the third thing, a touch from the Lord, is little different. എന്നാൽ ആ മൂന്നാമത്തെ കാര്യം യഹോവയുടെ ഒരു സ്പർശനം, Absolutely it is God's doing. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. But that requires a surrender from our lives. അത് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സമർപ്പണത്തിന് ആവശ്യമുണ്ട്. It says that God touched his mouth.
അവിടെ പറയുന്നത് കൈ നീട്ടി വായെ തൊട്ടു. Because he was not going to proclaim a popular message. കാരണം എല്ലാവരും കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വചനമല്ല താൻ പറയാൻ I പോകുന്നത്. told you Jeremiah was specially called to proclaim judgment upon people. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജനത്തിനുള്ള ന്യായവിധിയാണ് യെരമ്യാവ് പറയുവാൻ He പോകുന്നത്. was a weeping prophet who was going to see people going into exile. താൻ വിലപിക്കുന്ന പ്രവാചകനാണ്. താൻ ജനം ഒരു കഷ്ടതയിൽ He had പ്രവാസത്തിലേക്ക് a പോകുന്നത്. long runway in ministry, 40 plus years. ഈ 40 വർഷത്തിൽ പരം താൻ ഇത് അനുഭവിച്ചു. He was not a prophet who came up one day and went away next day. ഒരു ദിവസം എഴുന്നേറ്റ് ഒരു കാര്യം പറഞ്ഞു നാളെ പോയ ഒരു വ്യക്തിയല്ല. Repeatedly he had to minister to the same group of people. തുടർച്ചയായി ഒരേ ജനവിഭാഗത്തോട് He had to proclaim the prophetical word of God to a group of people who were similar. ഒരേപോലത്തെ ഈ ജനത്തോട് ദൈവവചനം പറയുവാൻ താനിടയായി. Sometimes when some pastors are coming or anything of that sort is happening, ഏതെങ്കിലും പാസ്റ്റർമാര് one thing I want to know is which church are they pastoring? ആദ്യം നാം അന്വേഷിക്കുന്നത് അദ്ദേഹം ഞാൻ അന്വേഷിക്കുന്നത് ഏത് ചർച്ചിലാണ് താൻ പാസ്റ്റർ ആയിരിക്കുന്നത്. And how long they had been in a church, എത്ര വർഷം ആ സഭയിൽ ഉണ്ടായിരുന്നു, or how long they had been in the ministry doing that. ആ ശുശ്രൂഷയിൽ ആ മിനിസ്ട്രിയിൽ എത്ര കാലം ഉണ്ടായിരുന്നു. Because it is little bit easier to come and preach a guest message and go. ഒരു ഗസ്റ്റ് മെസ്സേജ് പ്രസംഗിച്ചിട്ട് പോകുന്നത് എളുപ്പമാണ്. But to consistently come week after week and proclaim God's counsel to the same group of people without them kicking you out is a big deal. എന്നാൽ തുടർമാനമായി ഒരേ ജനത്തോട് കൂട്ടത്തോട് സന്ദേശം വീണ്ടും വീണ്ടും ആഴ്ചതോറും പറയുന്നത് എളുപ്പമല്ല. Because how many messages you need? കാരണം എത്ര സന്ദേശങ്ങൾ. If you are an itinerant preacher, you can survive with a limited number of messages. ഒരു സന്ദർശകനായ ഒരു പ്രാസംഗികനാണെങ്കിൽ കുറച്ച് പ്രസംഗങ്ങൾ വെച്ച് നിങ്ങൾക്ക് ജീവിച്ചു പോകാൻ കഴിയും. കൺവെൻഷൻ പ്രാസംഗികന് 10-12 മെസ്സേജ് ഉണ്ടെങ്കിൽ തിരിച്ചു മറിച്ച് ഇച്ചിരൊക്കെ മോഡിഫൈ ചെയ്തൊക്കെ ഒരു സീസൺ മുഴുവൻ സർവൈവ് ചെയ്യാം. If you are a convention speaker, you can have a few messages and you can use that message here and there and change it a little bit and survive a season. But for people like us, 12 messages will not even last 3 weeks. എന്നാൽ ഞങ്ങളെ പോലുള്ള ദേവദാസന്മാർക്ക് ഒരു 12 സന്ദേശങ്ങൾ ഉണ്ടെങ്കിൽ ഒരു 3 ആഴ്ച പോലും പിടിച്ചു നിൽക്കുവാൻ കഴിയില്ല. Yeah, we need more than that. അതിനേക്കാളും കൂടുതൽ ആവശ്യമുണ്ട്. So what I was telling, Jeremiah was going to speak to the same people. യെരമ്യാവ് ഒരേ ജനത്തോട് സംസാരിക്കുകയാണ്. And he was not going to be giving popular messages. ജനത്തിന് കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന സന്ദേശമല്ല കൊടുക്കുന്നത്. He was not going to say every day that God is going to bless you, God is going to expand your boundaries and all. നിങ്ങൾക്ക് നന്മ വരും, നിങ്ങൾക്ക് അഭിവൃദ്ധി വരും, നിങ്ങൾ അങ്ങനെ സംഭവിക്കും, നന്മ വരുമെന്ന് മാത്രമല്ല തന്റെ സന്ദേശം. He had to say to them that you are going to be captured by the Babylonians. താൻ ജനത്തോട് പറയുന്നത് നിങ്ങൾ പ്രവാസികളായി നിങ്ങൾ പിടിച്ചടക്കി നിങ്ങളെ കൊണ്ടുപോകുമെന്നാണ്. You are going to serve in a foreign land as slaves over there. നിങ്ങൾ വിദേശികളായ ഒരു സ്ഥലത്ത് പോയി അടിമകളെ പോലെ കഴിയുമെന്നാണ്. And he had to face a lot of opposition in his life for the message he was proclaiming. തന്റെ സന്ദേശം കാരണം തന്റെ ജീവിതത്തിൽ തന്നെ വളരെയധികം എതിർപ്പുകൾ ഉണ്ടായി. It was not a pleasing word. അതൊരു കേൾക്കുവാൻ സുഖമുള്ള വാക്കുകളല്ല. Recently somebody was telling me, ഈ ഇടയ്ക്ക് ഒരു വ്യക്തി എന്നോട് ഇങ്ങനെ പറഞ്ഞു, somebody was preaching from 1 Corinthians. One pastor പ്രസംഗിക്കുകയായിരുന്നു. He was going through a series. താനൊരു സീരീസ് പഠിപ്പിക്കുകയായിരുന്നു. After few weeks, ചില ആഴ്ചകൾക്ക് ശേഷം people got uncomfortable. ജനത്തിന് അസ്വസ്ഥമായി. They started asking, why is the pastor preaching from that particular chapters or particular book? ആ ഒരു പുസ്തകത്തിൽ തന്നെ തുടർമാനമായി പാസ്റ്റർ Why can't he preach from other places? മറ്റു ഭാഗങ്ങളിൽ നിന്ന് തനിക്ക് പ്രസംഗിച്ചൂടെ? Because word of God makes sometimes it difficult. It makes things difficult. കാരണം തിരുവെഴുത്തുകൾ ചില സമയം കാര്യങ്ങൾ ബുദ്ധിമുട്ടാക്കും നമ്മുടെ. Because word of God will shake us from the place where we are sitting. നാം എവിടെ ആയിരിക്കുന്നു എന്നുള്ള ആ സ്ഥാനത്തിൽ നിന്ന് നമ്മളെ കുലുക്കുന്നതാണ് ദൈവവചനം. Sometimes the word of God's counsel is not to comfort you where you are, but it may be a call to get up from where you are. ചിലപ്പോൾ ദൈവവചനം നമ്മൾ ഏത് സ്ഥാനത്തിലായിരിക്കുന്നു എന്നുള്ളതിനെ അവിടെ ആശ്വസിപ്പിക്കുവാനല്ല, അവിടെ നിന്ന് നിങ്ങൾ ഇളക്കുവാനായിരിക്കും. Sometimes it may absolutely uproot you. ചിലപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ വേരോടെ പിഴുതെടുക്കുവാനായിരിക്കും. So Jeremiah had a call which was a tough call upon his life. യെരമ്യാവിന് ഒരു വിളി വന്നു, ആ വിളി എളുപ്പമുള്ളതായിരുന്നില്ല. So in order to strengthen him, അതുകൊണ്ട് തന്നെ ധൈര്യപ്പെടുത്തുവാൻ, in order for him to proclaim the word, ആ ദൈവവചനം തനിക്ക് വിളിച്ചു പറയുവാൻ, what he needed was a touch from the Lord. തനിക്ക് ആവശ്യം ദൈവത്തിന്റെ കരങ്ങളാണ്. When you come to the New Testament times, പുതിയ നിയമത്തിൽ നാം വരുമ്പോൾ we see that this touch is a little bit different. നാം മനസ്സിലാക്കുന്നത് ഈ സ്പർശനം അല്പം വ്യത്യാസമാണ്. Very simple thing, nothing new I'm going to tell you. ഞാൻ പുതിയ കാര്യങ്ങളൊന്നും അല്ല നിങ്ങളോട് പറയുന്നത്. What പറയുന്നത്. did Jesus say? എന്താണ് യേശു പറഞ്ഞത്? Jesus said, wait until you are clothed with the power from high.
യേശു പറഞ്ഞത് നിങ്ങൾ ആ ശക്തി ധരിക്കുന്നത് വരെ കാത്തിരിക്കുക. When the Holy Spirit comes, you shall receive power and you will be my witness. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. Jesus asked disciples to wait. യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് കാത്തിരിക്കുവാനാണ്. Jesus wanted them to wait. യേശു അവർ കാത്തിരിക്കുവാൻ And they ആഗ്രഹിച്ചു. waited. അവർ കാത്തിരുന്നു. And on the day of Pentecost, പെന്തക്കോസ്ത് നാളിൽ Holy Spirit came. പരിശുദ്ധാത്മാവ് വന്നു അവരുടെ മേൽ. When Holy Spirit came, പരിശുദ്ധാത്മാവ് വന്നപ്പോൾ they became witnesses. അവർ സാക്ഷികളായി. They received the power. അവർക്ക് ശക്തി ലഭിച്ചു. And they were empowered. അവർ ശക്തിയുള്ളവരായി. Energized. അവർ വീറുള്ളവരായി. Single day 3,000 people came to the Lord. ഒരൊറ്റ ദിവസത്തിൽ 3000 പേർ കർത്താവിൽ വന്നു. So in the New Testament, പുതിയ നിയമത്തിൽ what enables us, എന്താണ് നമ്മെ നടത്തുന്നത്, what strengthens us, നമുക്ക് ശക്തി പകരുന്നത് is the എന്താണ്? infilling of the Holy Spirit. അത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. Without Holy Spirit we cannot do anything. പരിശുദ്ധാത്മാവിന്റെ നിറവില്ലാതെ നമുക്കൊന്നും ചെയ്യുവാൻ We കഴിയില്ല. cannot have victory. നമുക്ക് ജയം നേടുവാൻ We കഴിയില്ല. cannot conquer things in life. നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ നമുക്ക് കീഴടക്കുവാൻ So കഴിയില്ല. let me say this, we need a touch from the Lord. ഞാനിത് ഒരിക്കൽ കൂടെ പറയട്ടെ, ദൈവത്തിന്റെ സ്പർശനം നമുക്ക് You may ആവശ്യമുണ്ട്. be praying for your children. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നാം You may പ്രാർത്ഥിക്കുകയായിരിക്കാം. be praying that they will have a good education. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു പഠനം ലഭിക്കണമെന്ന് നാം You may be ആഗ്രഹിക്കുന്നു. praying for different aspects of their life. അവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും നാം But let me പ്രാർത്ഥിക്കുന്നു. tell you one thing very important. എന്നാൽ ഒരു കാര്യം ഞാൻ പ്രധാനമായി പറയട്ടെ. You need to pray that they will get a touch from the Lord. എന്നാൽ നാം പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമുണ്ട്, ദൈവത്തിന്റെ ഒരു സ്പർശനം അവർക്ക് ലഭിക്കണം. Because if they get a touch from the Lord, കർത്താവിന്റെ സ്പർശനം അവർക്ക് ലഭിച്ചാൽ they will be able to proclaim God's word. ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുവാൻ അവർക്ക് They കഴിയും. will be able to go ahead and fulfill the reason for the purpose for which they were appointed. അവരെ നിയമിച്ച കാര്യം അവർക്കത് ചെയ്യുവാൻ നിവർത്തീകരിക്കുവാൻ കഴിയും. This morning let me ask you very simply, how many of you say I need a touch from the Lord? ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എത്ര പേർ പറയും കർത്താവേ എനിക്ക് അങ്ങയുടെ സ്പർശനം ആവശ്യമുണ്ട്? What changes Jeremiah from an ordinary youngster into a prophet of the Lord is a touch from the Lord. എന്താണ് ഒരു സാധാരണക്കാരനായ ഈ ബാലനായ യെരമ്യാവിനെ കർത്താവിന്റെ പ്രവാചകനായി മാറ്റിയത്? ദൈവത്തിന്റെ സ്പർശനം. ചെറുപ്പക്കാരനായിരിക്കുന്ന യെരമ്യാവ് പ്രവാചകനായി മാറിയതിന്റെ ഇടയിൽ നടന്ന വലിയൊരു വിഷയമാണ് ദൈവത്തിന്റെ ഒരു സ്പർശനം. What happened from the change of a young Jeremiah to the prophet of God? That was the hand of God, the touch from God. Hallelujah. God doesn't put you in the circumstances where there you are. He changes the circumstances. നിങ്ങൾ ഏത് അവസ്ഥയിൽ ആയിരിക്കുന്നോ അവിടെ തന്നെ വിട്ടിട്ട് പോകുന്നവനല്ല നമ്മുടെ ദൈവം, ആ അവസ്ഥയെ മാറ്റുന്നവനാണ്. He can change your history. നമ്മുടെ പിൻകാലങ്ങളെ മാറ്റുവാൻ ദൈവത്തിന് He കഴിയും. can create a history through you. നിന്നിലൂടെ ഒരു പുതിയ ചരിത്രം എഴുതുവാൻ He is not concerned really about what happened in the past. പണ്ട് എന്ത് സംഭവിച്ചു എന്നുള്ളത് വിഷയമല്ല നമ്മുടെ But ദൈവത്തിന്. when a person surrenders their life to Jesus, എന്നാൽ കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ ജീവനെ look സമർപ്പിക്കുമ്പോൾ, at Paul. What was he doing? പൗലോസിനെ നോക്ക്, He പൗലോസ് was എന്താണ് persecuting ചെയ്തുകൊണ്ടിരുന്നത്? the church, putting people in the jail. സഭയെ ഉപദ്രവിച്ച് ജനത്തെ ജയിലിൽ ഇടുന്ന ഒരു വ്യക്തിയായിരുന്നു. But God chose him out of that place. ആ ഒരു അവസ്ഥയിൽ നിന്ന് പൗലോസിനെ ദൈവം വിളിച്ചു. And then what happens is God uses him in a very unique way. ഒരു വളരെ പ്രത്യേകമായ രീതിയിൽ പൗലോസിനെ ദൈവം He ഉപയോഗിച്ചു. was struck with blindness. തനിക്ക് അന്ധത ഭാവിച്ചു. Then he was healed of that. അതിൽ നിന്ന് തനിക്ക് വിടുതൽ When ലഭിച്ചപ്പോൾ, Paul received a touch from the Lord, that changed him from being a persecutor to somebody who was proclaiming the gospel. ദൈവത്തിന്റെ ഒരു സ്പർശനം പൗലോസിന്റെ മേൽ ഉണ്ടായപ്പോൾ ഉപദ്രവിക്കുന്നവരിൽ നിന്ന് മാറി ദൈവവചനം പ്രഘോഷിക്കുന്നവനായി This morning തീർന്നു. a touch from the Lord can change your situation. ദൈവത്തിന്റെ ഒരു സ്പർശനം നമ്മുടെ ജീവിതത്തിൽ മാറ്റിമറിക്കുവാൻ It can കഴിയും. change the dimension of your life. നമ്മുടെ ജീവിതത്തിന്റെ തലങ്ങളെ മാറ്റുവാൻ കഴിയും. It can change the many aspects of your life. നമ്മുടെ ജീവിതത്തിലെ പല മേഖലകളിലും വ്യത്യാസം വരുത്താൻ ദൈവത്തിന്റെ സ്പർശനത്തിന് കഴിയും. This morning the chosen ones will be appointed. തിരഞ്ഞെടുക്കപ്പെട്ടവൻ നിയമിക്കപ്പെടുക തന്നെ ചെയ്യും. God who knows you, നിങ്ങളെ അറിയുന്നവനായ ദൈവം He sets you apart നമ്മെ വേർതിരിച്ചു, and He has appointed you. നമ്മെ നിയമിച്ചു. And when He appoints you, നമ്മെ നിയമിക്കുമ്പോൾ He says, I am with you. താൻ പറയുന്നത് ഞാൻ നിന്നോട് കൂടെയുണ്ട്, And He says, I will be with you. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. Let me remind one thing. ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, Everyone is not called to be prophets. എല്ലാവരും ഒരു പ്രവാചകനാകുവാനല്ല Everybody വിളിക്കപ്പെട്ടത്. is not called to be pastors. എല്ലാവരും ഒരു പാസ്റ്റർ ആകുവാനല്ല In our വിളിക്കപ്പെട്ടത്. community sometimes there is a misconception that thinking. നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ട്. If somebody says God has a purpose for your life,
ആരെങ്കിലും ഇങ്ങനെ ദൈവത്തിനൊരു Next thing they think is they will become a pastor. അടുത്തവർ ചിന്തിക്കുന്നത് ഒരു പാസ്റ്ററായി തീരുമെന്നാണ്. No, in the church God has given different gifts. എന്നാൽ സഭയിൽ ദൈവം വ്യത്യസ്തമായ കൃപകൾ നൽകി. He has chosen some to be apostles, ചിലരെ അപ്പോസ്തലന്മാരാകുവാൻ, some to be prophets, ചിലരെ പ്രവാചകന്മാരാകുവാൻ, ഗുണദേശകരാകുവാൻ, pastors, പാസ്റ്റർമാരാകുവാൻ, evangelists. ഇവാഞ്ചലിസ്റ്റ് ആയിരിക്കുവാൻ. There are many gifts given in the Bible. ദൈവ വചനത്തിലുള്ള പല പരിശുദ്ധ കൃപാവരങ്ങളുണ്ട്. Holy Spirit empowers people and uses them in different dimensions. പരിശുദ്ധാത്മാവ് ദൈവജനത്തെ പല തലത്തിലൂടെ നടത്തും. Young children listening to me, യൗവനക്കാരെ ശ്രദ്ധിക്കണമേ. if you surrender your lives and give yourself into the hands of the Lord, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് കർത്താവിന് നിങ്ങളുടെ ജീവിതം കൊടുത്താൽ, and if you say I need a touch from you Lord, കർത്താവേ അങ്ങയുടെ സ്പർശനം എനിക്ക് ആവശ്യമുണ്ട്, the Lord will touch you. ദൈവം നിങ്ങളെ തൊടും. Your age doesn't matter, നിങ്ങളുടെ പ്രായം അതൊരു വിഷയമല്ല. what you are doesn't matter, നിങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് വിഷയമല്ല. your family history doesn't matter, നിങ്ങളുടെ കുടുംബ ചരിത്രം വിഷയമല്ല. where you came from doesn't matter. നിങ്ങൾ എവിടെ നിന്ന് വന്നു എന്നുള്ളത് വിഷയമല്ല. A life surrendered can be extraordinarily used by my God. ഒരു സമർപ്പിക്കപ്പെട്ട ജീവിതം ദൈവത്തിന് അസാമാന്യമായി പ്രവർത്തിക്കുവാൻ കഴിയും. But remember one thing, എന്നാൽ ഒരു കാര്യം ഓർക്കുക, it is by the grace of God. ഇത് ദൈവത്തിന്റെ കൃപയാൽ മാത്രം. He chose us, it's a grace of God. നമ്മെ വിളിച്ചു നമ്മളെ തിരഞ്ഞെടുത്തത് തന്നെ ദൈവത്തിന്റെ കൃപയാണ്. He knows us and he has set us apart. It is a grace of God. നമ്മെ അറിഞ്ഞത്, നമ്മെ വേർതിരിച്ചത് ദൈവത്തിന്റെ കൃപയാണ്. He uses us irrespective of our circumstances. That's a grace of God. നമ്മുടെ അവസ്ഥ എന്താണെങ്കിലും അതിനുപരിയായി നമ്മെ ഉപയോഗിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. He touches us, it's a grace of God. ദൈവം നമ്മെ തൊടുന്നത് അത് ദൈവത്തിന്റെ കൃപയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ കൃപയാണ്. Whatever is in our life, that is the grace of God. ഇന്ന് പകൽ എത്ര പേര് പറയും, how many of you will say, hallelujah, ഞാൻ എൻ്റെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കും. I am submitting my life, I'm surrendering my life in your hands, Lord. എന്നെ തിരഞ്ഞെടുത്തത് ദൈവത്തിന്റെ കൃപയാലാണ്. If it is your grace to choose me, എന്നെ തിരഞ്ഞെടുത്തത് ദൈവത്തിന്റെ മഹാകരുണ കൊണ്ടാണ്. it is the great mercy that chose me. Hallelujah, അവൻ എന്നെ തിരഞ്ഞെടുത്തത് കൊണ്ട്, because he chose me, അവൻ എന്നെ ഉപയോഗിക്കും. he will use me. ഞാൻ അവന്റെ കയ്യിൽ ഒരു ഇണങ്ങിയ ആയുധമായി മാറും. I will be an instrument in his hands. എന്റെ സാഹചര്യങ്ങളെ ഞാൻ അതിജീവിക്കും. I will outlive my situations. എന്റെ ദൈവത്തിന്റെ ഉദ്ദേശം എന്റെ ജീവിതത്തിൽ കൂടെ നിവൃത്തിയാകും. The purpose of God will be fulfilled in my life. പക്ഷേ എനിക്ക് കർത്താവേ, നിന്റെ ഹിതം ചെയ്യുവാൻ എനിക്ക് നിന്റെ ഒരു സ്പർശനം ആവശ്യമാണ്. But Lord, to do your will I need a touch from you. കർത്താവേ, എനിക്ക് ഒരു സ്പർശനം ആവശ്യമാണ്. Lord, I need a touch from you. കർത്താവേ, നീ എന്നെ ഒന്ന് തൊട്ടാൽ. Lord, if you touch me. യെശയ്യാ പ്രവചനത്തിലെ ഹല്ലേലൂയ യശയാവിനെ തൊട്ടതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. In the book of Isaiah we see Isaiah is also touched by God. അവന്റെ വിഷൻ കംപ്ലീറ്റ്ലി മാറുകയാണ് അവിടെ മുതൽ. After that his vision changes. യെരമ്യാവിനെ തൊട്ട് കഴിഞ്ഞപ്പോൾ, after Jeremiah was touched, ദൈവത്തിന്റെ വചനം വന്നു യെരമ്യാവിനോട് ചോദിച്ചു, യെരമ്യാവേ നീ എന്ത് കാണുന്നു? After that Jeremiah is asked by the Spirit of the Lord, യെരമ്യാവിന്റെ മറുപടിയുടെ മുമ്പിൽ ദൈവം പറയുന്നു, നീ കാണുന്നത് കറക്റ്റ് ആണ്, നീ കറക്റ്റ് ആയിട്ടാണ് കാണുന്നത്. The response in the front of the response of Jeremiah, Lord says what you are seeing is correct. ദൈവം നിന്നെ തൊട്ടാൽ നീ ഇതുവരെ കാണാത്തത് ചിലത് കാണും. If God touches you, then you will see things that you have never seen before. ഇതുവരെ നിന്റെ മുമ്പിൽ തെളിഞ്ഞു വരാത്തത് ചിലത് തെളിഞ്ഞു വരും. Things which have not been revealed to you will reveal to you now. ഇതുവരെ വെളിപ്പെടാത്തത് നിനക്ക് വെളിപ്പെടും. Things that you have not seen before will പക്ഷേ ദൈവം നിന്നെ തൊടാൻ നീ സമ്മതിക്കണം. But you should allow God to touch you. ആഗ്രഹത്തോടെ കർത്താവിനോട് പറയണം, കർത്താവേ നീ എന്നെ ഒന്ന് തൊടണമേ. With that desire you should tell Lord, the Lord touch me. ദൈവത്തിന്റെ ഒരു സ്പർശനം നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന മാറ്റിമറിക്കുന്നതാണ്. A touch from God will change, will transform your life. Let me say that in English. A touch from God will revolutionize your life. നിങ്ങളുടെ ദൈവത്തിന്റെ ഒരു സ്പർശനം നിങ്ങളുടെ ജീവിതത്തിന് വളരെ വ്യത്യാസം വരുത്തും. A touch from the Lord will shake your life upside down. ദൈവത്തിന്റെ സ്പർശനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ നിങ്ങളുടെ ജീവിതം കീഴ്മേൽ മറിക്കുവാൻ സാധ്യതയുണ്ട്. A touch from the Lord will change your attitudes. നിങ്ങളുടെ മനോഭാവങ്ങൾക്ക് വ്യത്യാസം വരും. A touch from the Lord will change your behaviors. നിങ്ങളുടെ സ്വഭാവത്തിന് വ്യത്യാസം വരും. A touch from the Lord will change your attitude towards the ministry. മിനിസ്ട്രിയോട് നിങ്ങളുടെ മനോഭാവത്തിന് വ്യത്യാസം വരും. A touch from the Lord will change your attitude towards your spiritual matters. നിങ്ങൾ ആത്മീയമായ വിഷയങ്ങളിൽ നിങ്ങളുടെ മനോഭാവത്തിന് വ്യത്യാസം വരും. A touch from the Lord will change your priorities. നിങ്ങളുടെ പ്രയോറിറ്റീസിന് ഒരു വ്യത്യാസം വരും. A touch from the Lord is enough. ഒരു ദൈവത്തിന്റെ സ്പർശനം മാത്രം മതി. This morning how many of you would say that I need that touch from the Lord? എത്ര പേര് പറയും കർത്താവേ എനിക്ക് ആ സ്പർശനം ആവശ്യമുണ്ട്? രാവിലെ ആരും പറയരുത്. എല്ലാ ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കുക. എല്ലാ കണ്ണുകളും അടയ്ക്കട്ടെ. Let's all close our eyes. Instruments play ചെയ്യുന്നതിന് മുമ്പോട്ട് വരണം. Hallelujah.
All eyes closed. എല്ലാ Hallelujah. കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. Let's I want you to think about your life. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ രാവിലെ നിങ്ങൾ ഈ ചർച്ചിൽ വന്നപ്പോൾ when you came today morning, നിങ്ങളുടെ മനസ്സിൽ ഒത്തിരി ചിന്തകൾ ഉണ്ടായിരുന്നേക്കാം. you had a lot of thoughts in your mind. നിങ്ങൾ പല കാര്യങ്ങൾ ചിന്തിച്ചേക്കാം. You were thinking about a lot of things. നിങ്ങളുടെ മനസ്സിൽ പല പല ചിന്തകൾ ഇങ്ങനെ കേറിയേക്കാം. There may have a lot of thoughts which came and entered your minds. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ Maybe certain things that happened in your life in നിങ്ങൾ the past ഒരുപക്ഷെ days. തകർത്തിയാൻ വന്നേക്കാം. Those were things which may have come in നിങ്ങളുടെ your mind. ജീവിതത്തിൽ ഒരു തകർച്ച നിങ്ങൾ അനുഭവിച്ചേക്കാം. Maybe you have experienced a destruction in your life. നിങ്ങൾ ഹല്ലേലൂയ ഡിസ്കറേജ്ഡ് ആയിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ. There may be times when in your life you may have be discouraged. ഇന്ന് രാവിലെ ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കട്ടെ. Let me remind you this thing one more. ദൈവത്തിന് ബ്ലൈൻഡ് ആയ ഫാനി ക്രോപ്സ്ബി ഉപയോഗിക്കാമെങ്കിൽ ഹല്ലേലൂയ നമ്മളെ ഉപയോഗിക്കാൻ കഴിയത്തില്ലയോ? If God can use a blind Fanny Crosby, can he not use us? ദൈവം തിരഞ്ഞെടുത്തതിനെ നിയമിക്കുന്നവനാണ്. God, if he chose you, he will appoint you. നിന്റെ ലിമിറ്റേഷൻസ്, നിന്റെ പരിമിതികൾ ദൈവത്തിന് വിഷയമേ അല്ല. Your limitations does not limit God. ദൈവത്തിന്റെ ഒരു സ്പർശനം അത് നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണ്. A touch from God will revolutionize you. രാവിലെ എത്ര പേര് പറയും കർത്താവ് എനിക്ക് ഒരു സ്പർശനം ആവശ്യമാണ്? How many of you will say, God, I need a touch from you? എനിക്കൊരു മാറ്റം ആവശ്യമാണ്. I need a change in my life. എനിക്കൊരു ഒരു ഉന്മേഷത്തിന്റെ ആവശ്യമുണ്ട് കർത്താവേ. I need to be more zealous for you. ഞാൻ വാടി തളർന്ന അവസ്ഥയിലാണ്. I am in a lazy and in a dull situation. ഹല്ലേലൂയ. ഞാൻ വാടി തളർന്നിരിക്കുകയാണ്. I am in a very lazy situation. ഒരുപക്ഷെ ഏലിയാവിനെ പോലെ വാടി തളർന്ന അനുഭവമായിരിക്കും. Maybe like Elijah. അല്ലെ ഹാഗാറിനെ പോലെ നിലവിളിക്കുന്ന അനുഭവമായിരിക്കും. Maybe like Hagar, you're crying out to Lord. കാരണം കൺഫ്യൂസ്ഡ് ആണ് എന്തായി തീരും. Because you're confused what's going to happen next. ഭീതി നിന്റെ അകത്തുണ്ടായിരിക്കാം. There's a fear that's in you. ഇന്ന് പകൽ കർത്താവ് ഭയത്തിൽ നിന്നെ വിടുവിക്കും. Our Lord will deliver you from that fear. വിട്ടുവെക്കുന്ന ദൈവ സാന്നിധ്യം ഇന്ന് പകൽ ഇവിടെയുണ്ട്. There's the presence of Lord which നീ വന്ന പോലെ ഇവിടുന്ന് മടങ്ങി പോകത്തില്ല. You should not go back like in the same manner you came in. നീ ഒരു സ്പർശനം അനുഭവിക്കും. You will receive a touch. എത്ര പേർ അതിനു വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്? How many of you desire that? എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? How many of you desire that? ആയിരിക്കുന്ന സ്ഥാനം നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. Let's all stand up in where you are. Hallelujah, hallelujah, hallelujah. This is by the grace of God. ഇത് കൃപയാലാണ് നാം പ്രാപിച്ചിരിക്കുന്നത്. നമ്മുടെ തിരഞ്ഞെടുപ്പ് കൃപയാലാണ്. ഒരു നിമിഷം ആ ഒരു സ്പർശനം ആഗ്രഹിക്കുന്നവരെല്ലാം കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് സമർപ്പിച്ച്, കർത്താവേ നീ എന്നെ ഒന്നും കൂടെ ഒന്ന് തൊടണമേ. Lord, touch me again. Oh, do not be discouraged this morning. Our God is beyond your limitations. നിന്റെ പരിമിതികൾക്ക് അപ്പുറത്താണ് നമ്മുടെ ദൈവം. ഇന്ന് പകൽ എത്ര പേര് കർത്താവിന്റെ സന്നിധിയിൽ പറയും താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. ഒരു നിമിഷം ബൈബിളിൽ കർത്താവിനെ സ്തോത്രം ചെയ്തേ. If you need a touch from the Lord, ദൈവത്തിന്റെ ഒരു സ്പർശനം ആഗ്രഹിക്കുന്നവരെല്ലാം ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. This morning the Lord is going to do something in your life. നിന്റെ ജീവിതത്തിൽ ദൈവം ഒരു പ്രവൃത്തി ചെയ്യും. ആഗ്രഹിക്കുന്നവരെല്ലാം ഒന്ന് റെസ്പോണ്ട് ചെയ്തേ കർത്താവിന്റെ സന്നിധിയിൽ. Those who are on the stage, സ്റ്റേജിൽ നിൽക്കുന്ന ഒരു പാട്ട് പാടാൻ തുടങ്ങാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ട. ഒരു നിമിഷം വായകൾ തുറന്നേ. ഈ സ്പർശനം എല്ലാവർക്കും ആവശ്യമാണ്. ഈ സ്പർശനം നിന്റെ ജീവിതത്തിൽ വന്നാൽ നീ വായിക്കുന്ന നിന്റെ രീതിക്ക് മാറ്റമുണ്ടാകും. If this touch comes in your life, how you play will change, how you sing will change, how you speak will change. ഈ സ്പർശനം നിന്റെ ജീവിതത്തിൽ വന്നാൽ നീ പാടുന്ന നിന്റെ പാട്ടിന്റെ രീതിക്ക് മാറ്റം വരും. ഹല്ലേലൂയ. ഈ സ്പർശനം നിന്റെ അകത്ത് വന്നാൽ ഹല്ലേലൂയ നിന്റെ സംസാരത്തിന് വ്യത്യാസം വരും. നീ ആള് മാറിയവനെ പോലെയാകും. ഇന്ന് പോലെ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ലജ്ജ കൂടാതെ ദൈവസന്നിധിയിൽ ഒന്ന് പറഞ്ഞേ, കർത്താവേ ഇന്ന് പകൽ കർത്താവേ നീ എന്നെ തൊടണമേ. നിന്റെ പരാജയങ്ങളെ ജയത്തിലേക്ക് കർത്താവ് മാറ്റുവാൻ ശക്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ തിരഞ്ഞെടുപ്പിനായി കർത്താവിനെ സ്തോത്രം ചെയ്തേ. Let's thank the Lord for that He chose us. Hallelujah, hallelujah. യോഗ്യതയില്ലായിരുന്നു നമ്മളെ തിരഞ്ഞെടുത്തവനായ കർത്താവ്. ഒരു യോഗ്യതയുമില്ലായിരുന്നു നമ്മളെ തിരഞ്ഞെടുത്ത കർത്താവ്. ആ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് സമർപ്പിക്കുമ്പോൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരെ വ്യക്തമായി തൊടുന്ന ദിവസമാണിത്. ആഗ്രഹത്തോടെ ഹല്ലേലൂയ അവന്റെ നിലവിളിക്കുന്നവരോട് ഇന്ന് പകൽ ഇടപെടുന്ന ദിവസമാണിത്. ഹല്ലേലൂയ. കർത്താവ് ഹല്ലേലൂയ, ഹല്ലേലൂയ ചില ഹല്ലേലൂയ അവസ്ഥകളുടെ മേൽ നിനക്കൊരു റിലീസ് തരുന്ന ദിവസമാണിത്.
Oh, God is going to touch and give you a release in your life this morning. Hallelujah. The Lord is going to do something amazing. Hallelujah. നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിക്കാം.